നമസ്കാരം. അതിവിശേഷപ്പെട്ടതായ തൊടുകുറിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട പക്ഷികളെയാണ്. ഈ പക്ഷികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഭാഗ്യം കൊണ്ടുവരുന്ന പക്ഷികളായി പരാമർശിക്കുന്ന രണ്ട് പക്ഷികളാണ് ഇവ. ഈ രണ്ട് വിശേഷപ്പെട്ടതായ പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ അറിയേണ്ടതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് ഭാഗ്യപക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി പരുന്താണ്. രണ്ടാമത്തേതായ പക്ഷി രണ്ട് മൈനകളാണ്. രണ്ട് പക്ഷിക്കും പ്രാധാന്യമുണ്ട്. ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ പക്ഷിയായ ഗരുഡനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇത്രയും നാൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തളർന്ന ഒരു മട്ടിലാകാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവർ മാത്രം ചിലപ്പോൾ ഇത് വ്യക്തമായി തന്നെ നിങ്ങളിലേക്ക്, അതായത് ഫലങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി വരാതിരിക്കുവാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും മറ്റുള്ളവർ നിങ്ങളെ മനസ്സിൽ നിന്നും വായിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ മുഖത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പോലും തോന്നുന്നുണ്ടാകാം. പലരും നിങ്ങളെ പരിഹസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ പോലും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയാം. അത് മാറ്റേണ്ടത് അനിവാര്യമാണ്. പൊടി തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. എല്ലാ തരത്തിലും ഒരു വിജയം കൈവരിക്കുവാനായി നിങ്ങളുടെ കഠിനമായ പരിശ്രമങ്ങൾ അത് വെറുതെ ആകില്ല എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. തടസ്സങ്ങൾ ഉണ്ടാകാം. ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ അനുകൂലമാകാതിരിക്കാം. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാം. ഈ സമയം മോശം അവസ്ഥ, സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിലാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഉറക്കം കെടുത്തുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ വീറും വാശിയും തിരികെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. നിങ്ങളിൽ ആളിക്കത്തിക്കുന്ന ഒരു വിജയത്തിനായുള്ള ശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ ഫലം കാണും എന്ന കാര്യം തീർച്ച തന്നെയാണ്. പല കാര്യങ്ങളിലും കൃത്യമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും കൃത്യത മാത്രമല്ല ഏകാഗ്രത അനിവാര്യമായ ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അത് ബോധ്യപ്പെടുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃത്യമായി തന്നെ സമയം ചെലവഴിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മനസ്സിനെ തണുപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കുളിർമ കൈവരിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിന് സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എന്നാൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിൽ തീർച്ചയായും പൂർണ്ണമായും വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിർത്തിവച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പല കാര്യങ്ങളും വീണ്ടും തുടങ്ങി വയ്ക്കുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമേ ആകില്ല എന്ന് ചിന്തിച്ചിരുന്നിടത്തു നിന്നും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. ആഘോഷ പരിപാടികളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്.
പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. കഠിനമായ പ്രയത്നം ചെയ്തിട്ടും ആഗ്രഹിച്ചതായ ഫലം ലഭിക്കാത്തതിലുള്ള ദുഃഖം, നിരാശ തരണം ചെയ്യുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും അനുകൂലമാകാം. ചുറ്റുമുള്ളവർ നിങ്ങളെ ഒരുപാട് ക്രൂശിച്ചു എങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുൻപന്തിയിൽ എത്തുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. തിരിച്ചടികൾ പല കാര്യങ്ങളിലും നേരിട്ടു എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. കൺമുമ്പിൽ തന്നെ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് എന്താണോ അർഹമായത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. തെറ്റായി ചിത്രീകരിച്ചവർക്ക് പോലും മറുപടി നൽകുവാൻ സാധിക്കുന്ന സമയം. ഈ സമയം നിങ്ങൾക്ക് എന്താണോ പ്രപഞ്ചശക്തി നൽകുവാൻ സാധിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. ക്ഷമ ഈ സമയം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ അല്ലെങ്കിൽ ഭാഗ്യപക്ഷിയായ 2 മൈനകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചതി, വഞ്ചന നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളാണ്, അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അത്തരത്തിൽ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വിഷമകരമായ സാഹചര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്ന സന്ദേശം പോലും ഏതൊരു കാര്യവും നിങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും പലരും പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ നേരിടുന്നതായ സാഹചര്യങ്ങൾ എന്താണോ അത് കൃത്യമായി വിശകലനം ചെയ്തു വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തതായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുവാനും നിങ്ങളെ ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം നൽകിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാകാം. എന്നാൽ അത്തരം കാര്യങ്ങൾ തുടർന്നും കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ച് കൃത്യമായി ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷമായി തീരും. നിങ്ങളുടെ വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ പൊതുവെ മറ്റുള്ളവരുമായി പങ്കിടുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളായിരിക്കാം നിങ്ങൾ. പല കാര്യങ്ങളും മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതും നിങ്ങളുടെ മിടുക്കായി പറയാം. പല കാര്യങ്ങളും പുറത്ത് പറയുന്നു എങ്കിലും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തല കുനിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം പല കാര്യങ്ങളും നേടണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കാത്ത സാഹചര്യങ്ങൾ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ചുറ്റുമുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും നിങ്ങളുടെ വിഷമതയിൽ ദുഃഖിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളോടൊപ്പം പലരും സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം സന്തോഷിക്കുന്ന വ്യക്തികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില ഉത്തരവാദിത്തങ്ങൾ, ഭാരമേറിയതായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും നേട്ടമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ളിലുള്ള തടസ്സങ്ങൾ തരണം ചെയ്ത് ക്രമേണ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പുതു വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം.
പുതുവാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. വെല്ലുവിളികളുടെ കാലം അവസാനിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുത്തുന്നതായ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ സമയം സാധിക്കും. നിങ്ങൾക്ക് അനായാസം പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാം. നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു മാറ്റം കടന്നു വരുന്ന സമയം, നിങ്ങൾക്ക് അർഹമായ നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം ആദരവ് അല്ലെങ്കിൽ കുത്തുവാക്കുകൾ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും.